ശരത്തെ ഇപ്പം നമ്മളിപ്പോ എന്താ പറയുന്നത്? നമ്മൾ മനുഷ്യരല്ലേ? ഇപ്പം ഒരാൾ പറയുന്നത് എന്നെ ദൈവം അയച്ചതാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വയം പറയുകയാണ്. ഉം. അപ്പോ ദൈവം അയച്ച ആള് ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഇപ്പം നമ്മള് സാധാരണ മനുഷ്യർ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എന്നെ പോലെ ആളുകൾ സംശയിച്ചു പോവുകയാണ്. ഞാൻ ബഹുമാന്യായ അവതാര സെബാസ്റ്റ്യൻ പോൾ സാർ പുരുഷനാണെന്നാണ് അല്ലേ? അവസാനിപ്പിച്ചിടത്തു നിന്ന് അല്ലേ തുടങ്ങാൻ സേനാപതി ആഗ്രഹിക്കുന്നു. വേണു? എങ്ങ- അതായത് എങ്ങനെ? അവതാര പുരുഷനാണ്, ഇനിയും ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാണ് ദൈവം ആ എന്നെ ഇങ്ങോട്ട് പിന്നെ അയച്ചതെന്നൊക്കെയാണ് അതെ, അതല്ലേ പുതിയ പറഞ്ഞ. അപ്പൊ ഈ വെർഷൻ. ദൈവം അയച്ച ആളെ കുറിച്ച് നമ്മൾ സാധാ മനുഷ്യർ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞ പോലെ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത്, ഇപ്പോൾ വരെ ജനാധിപത്യ രാജ്യത്തായതുകൊണ്ട് നമുക്കിത് ചർച്ച ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സി സുകുമാർ സെൻ, അദ്ദേഹം ബംഗാളിയായിരുന്നു. 1951 അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ മറ്റ് പ്രീസിഡന്റുകളോ അല്ലെങ്കിൽ മുൻകാല പരിചയം, കാരണം അതിനു മുമ്പ് ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നിട്ടില്ല, എന്നിട്ടും എത്ര നിഷ്പക്ഷമായിട്ടാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് ചുമതല പൂർത്തീകരിച്ച് അന്ന്. കാരണം അന്ന് ഒരാൾക്കും നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഹിന്ദു മഹാസഭ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു, കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു, ആ മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. അവരാരും ആ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ തെരഞ്ഞെടുപ്പിന്റെ രീതിയെക്കുറിച്ചോ ഒരാക്ഷേപവും ഉന്നയിച്ചില്ല. എന്ന് പറഞ്ഞാൽ 100%, 101% നിഷ്പക്ഷമായിട്ടാണ് ശ്രീ സുകുമാർ സെൻ അന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പൂർത്തീകരിച്ചത്. ഇപ്പോ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നത്, എവിടെയാണ് നമുക്ക് ഈ താളം തെറ്റിൽ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞു, ആ, നമ്മുടെ അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഈ അരുൺ ഗോയൽ IAS ഉദ്യോഗസ്ഥനാണ്. ആ, അഖിലേന്ത്യാ തലത്തിൽ സെക്രട്ടറി തലത്തിൽ പദവിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വൈകുന്നേരം 8 മണിക്ക് രാജിവെക്കുന്നു. നേരം വെളുത്ത് 10 മണിയായപ്പോഴേക്കും കാണുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗമായി മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ എതിരെയാണ് സുപ്രീം കോടതിയിൽ കേസ് വന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതെന്താണ് ഈ രാത്രി 8 മണിക്ക് രാജിവെച്ച ഒരാള് നേരം വെളുത്തപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമാകത്തക്ക എന്ത് അർജൻസി? അതാണ് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായത് എന്നാണ്. അതിനുശേഷമാണ് സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം പറഞ്ഞു. മാനദണ്ഡത്തിൽ ഒന്ന്, പ്രധാനമന്ത്രി അതിലെ ഒന്നാമത്തെ അംഗം. രണ്ട്, പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തിടത്ത് ആ, സഭയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്. രണ്ട്, മൂന്ന്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഈ 3 പേരടങ്ങുന്ന ബെഞ്ച്, 3 പേരടങ്ങുന്ന ഒരു ജൂറി അല്ലെങ്കിൽ കമ്മിറ്റി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സെലക്ട് ചെയ്താൽ അവർ 100% നിഷ്പക്ഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ സുപ്രീം കോടതി ആ വിധിയോടൊപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്: ഭരണഘടനാനുസൃതമായി പാർലമെന്റിന് നിയമം പാസ്സാക്കാം. പക്ഷെ ആ നിയമം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? സുപ്രീം കോടതി പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരാൾ. അപ്പൊ പിന്നെ 3 അംഗത്തിൽ 2 പേര് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കമ്മിറ്റി നിഷ്പക്ഷമാകും. അപ്പോ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തുന്ന ആളും അല്ലെങ്കിൽ മന്ത്രിയും തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത എത്രയുണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. അപ്പം അതിന്റെയൊക്കെ ഒരു ദുരന്തമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ 48 മണിക്കൂർ മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം രാജിവെച്ചു പോകുന്നു. പരീക്ഷ നടത്തേണ്ട ഹെഡ് മാസ്റ്റർ പരീക്ഷാ ഹാള് പൂട്ടിയിട്ട് പോകുന്നത് പോലെ. അതിനെന്താണ് കാരണം എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ അറിയേണ്ടതാണ്. ഇതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ കാണിച്ച മറ്റൊരു ഗുരുതരമായ ഒരു ക്രമക്കേടുണ്ട്. മുമ്പൊരു ചർച്ചയിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് ശേഷം മോദി പരിവാരങ്ങളുമായിട്ട് റോഡ് ഷോ നടത്തുകയാണ് ഗാന്ധിനഗറിലൂടെ. കാരണം തെരഞ്ഞെടുപ്പ് എന്താ പറഞ്ഞ വോട്ടിങ്ങിന്റെ 48 മണിക്കൂർ, വോട്ടിംഗ് അവസാനിക്കുന്നതിന്റെ 48 മണിക്കൂർ മുമ്പ് പരസ്യ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിയമമുള്ള ഒരു രാജ്യത്ത് വോട്ട് ചെയ്തതിന് ശേഷം മോദി പരസ്യമായി റോഡ് ഷോയുമായി ഗുജറാത്തിലെ ഗാന്ധിനഗറിലൂടെ നടന്നത് ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. വലിയ ആക്ഷേപം ഉണ്ടായതാണ്. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഇക്കാര്യത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധിയെ ധിക്കരിച്ചുകൊണ്ട് ഇവർ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവർക്ക് തോന്നുന്ന ആളുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ആക്കി. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് അല്ല എന്നാണല്ലോ നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ കാണുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു ഇലക്ഷനിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായി. പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായാൽ സ്വാഭാവികമായും ആ ലംഘനം നടത്തിയ ആളുകളെ
ആ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാൻ പോലും അധികാരമുള്ള ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അവര് ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തതുകൊണ്ട് അവർ ഇക്കാര്യത്തിൽ നിഷ്പക്ഷത പാലിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ നടപടികളൊന്നുമില്ല. അല്ല, അതൊരു നിഷ്പക്ഷതയാണെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ മോദി തെറ്റുകാരനാണ്, അല്ലെ മോദിയാണ് തെറ്റ് ചെയ്തതെന്നൊരു വിഷയം വന്നപ്പോൾ അതിൽ നിഷ്പക്ഷത കാട്ടി എന്ന പ്രയോഗം കോൺഗ്രസിനെ സംബന്ധിച്ച് ഉചിതമാണോ? അല്ല, അങ്ങനെ കരുതുന്നുണ്ടോ? എനിക്കൊരു സംശയം. ഒരു മിനിറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരുന്നു എങ്കിൽ മോദിയോട് പറയേണ്ടതാണ്, മോദി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാൻ യോഗ്യനല്ല, നിങ്ങളെ അയോഗ്യൻ വരെ ആക്കാൻ. അപ്പൊ താങ്കൾ പറഞ്ഞു വന്നപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത കാട്ടി ഈ വിഷയത്തിൽ എന്ന് പറയാനാകുമോ? അല്ല, നിഷ്പക്ഷത കാട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിച്ചില്ല. കാരണം മോദി നടത്തിയിട്ടുള്ളത് വർഗീയ വിദ്വേഷ പ്രചരണമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താ? അദ്ദേഹത്തെ ശിക്ഷിക്കുന്നില്ല, നടപടിയൊന്നുമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജഡ്ജി പറയുകയാണ് പ്രതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തി, പക്ഷെ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് വർഗീയ വിദ്വേഷമാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്, പെരുമാറ്റങ്ങളുടെ ലംഘനമാണ് എന്ന് 100% തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുന്നു? എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനം, ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിഷ്പക്ഷത അത് ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇത് ചിലർക്ക് വേണ്ടിയൊക്കെ ബയസ്ഡായി ഇവർ പ്രവർത്തിക്കുന്നു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കത്തക്ക ഒരു നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിരിക്കുന്നു എന്ന ആ ദുരന്തമാണ് ജനാധിപത്യ ഭാരതം ഇന്ന് അനുഭവിക്കുന്നത് എന്ന് ആദ്യ ഫേസിൽ ചൂണ്ടിക്കാണിക്കാൻ.